നല്ലോണം ചിന്തിച്ചുകൊണ്ട് ഫാത്തിഹ ഓതണം. ഫാത്തിഹയുടെ അർത്ഥം ചിന്തിക്കണം ഓതുമ്പോ, സൂറത്തിന്റെ അർത്ഥം ചിന്തിക്കണം. സൂറത്ത് ഓതുമ്പോ സൂറത്തിന്റെ അർത്ഥം ചിന്തിക്കണം. മഅ്മൂമായി നിൽക്കുന്ന ഒരാള് ഇമാമ് സൂറത്ത് ഓതുമ്പോ സൂറത്ത് ഏറ്റു ഓതാൻ പാടില്ല, അത് കറാഹത്താണ്. ചില ആളുകളൊക്കെ കാണാൻ വെള്ളിയാഴ്ച രാവിലെയൊക്കെ സബ്ബീസ്മ ഓതിയാ പിന്നെ അവരെ ഇമാം നിർത്താൻ തോന്നും. സുബ്ഹാനല്ലാഹ്. ഇമാം ഇങ്ങനെ സബ്ബീസ്മ തുടങ്ങുമ്പോഴേക്ക് ബാക്കിൽ 100 ആൾക്കാർ തുടങ്ങുന്നുണ്ടാവും. നിങ്ങൾക്ക് മാത്രമല്ല അറിയാം, നമുക്കും അറിയാം. നിങ്ങൾ ഓതിക്കൊള്ളി, കൂടെ നമ്മൾ ഓതാ. ആരും ഓതണ്ട, ആ ഓത്ത് കേൾക്കാണ് വേണ്ടത്. എന്തിനാ കേൾക്കുന്നത്? അർത്ഥം ചിന്തിച്ചുകൊണ്ട് കേൾക്കുക, അർത്ഥം അറിയണം. അപ്പൊ അർത്ഥം പഠിക്കണം എന്നായി. പഠിക്കലൊരു പ്രത്യേക കാര്യം തന്നെയാണ്. ഫാത്തിഹ സൂറത്ത് ഓതുമ്പോ ഓരോ ആയത്തിന്റെയും അർത്ഥ തലങ്ങൾ മനസ്സിരുത്തിയാൽ പിന്നെ മനസ്സ് വേറെ എടുക്കും പോകൂല. മനസ്സ് മുഴുവനും നിസ്കാരത്തിലായിരിക്കും. അർത്ഥം ചിന്തിച്ചുകൊണ്ട് ഫാത്തിഹ സൂറത്ത് ഓതണം. ഭക്തി ഉണ്ടാകണ്ടേ നിസ്കാരത്തിൽ? ഖുശൂ ഉണ്ടാകണമെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് അത്തദബ്ബുറു, അർത്ഥം ചിന്തിക്കുക. ഓതുന്ന ചൊല്ലുന്ന ദിക്റുകളുടെ അർത്ഥം ചിന്തിക്കുക. എത്ര അർത്ഥവത്തായ ദിക്റാണ് തുടക്കത്തിൽ തന്നെ നാം ചൊല്ലുന്ന വജ്ജഹ്തു, പ്രതിജ്ഞ. വലിയ അർത്ഥമല്ലേ സഹോദരങ്ങളെ അതിനുള്ളത്? ആ അർത്ഥങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് ഭക്തി ഉണ്ടാക്കിയിട്ട് വേണം നിസ്കാരം.